ഹായ് ഹലോ വെൽക്കം ബാക്ക് അജൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഉപ്മാവിൻ്റേതാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന സേമിയം 400 ഗ്രാം സേമിയത്തിൽ നിന്നും 1/4 കപ്പ് അളവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 പേർക്ക് കഴിക്കേണ്ട ക്വാണ്ടിറ്റിയാണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന സേമിയത്തിന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രമുള്ള വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. വെള്ളം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടില്ല. നമുക്കൊരു നൂഡിൽസ് പോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് ഒരുപാട് വെന്തുടയാൻ പാടില്ല, എന്നാൽ ഒട്ടിപ്പിടിക്കാനും പറ്റില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്കാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ശരിക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മളിപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് എന്താണ് ഉണ്ടാക്കുക എന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ സേമിയ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു വെള്ളം കംപ്ലീറ്റ് വറ്റി വരണം. അതിനുശേഷം നമുക്കിത് ഡ്രെയിൻ ചെയ്ത് കളയാം. ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് അല്പം പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ഡ്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വെള്ളം കംപ്ലീറ്റ് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിത് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു ഉള്ളിയുടെ ഒരു മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് സവാള കൊത്തിയരിഞ്ഞതും കൂടി ചേർക്കാം. സവാള ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ വേഗത്തിൽ സവാള ഒന്ന് വെന്ത് വന്നോളും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. സവാള ഏകദേശം ഒന്ന് മൂപ്പത്തി കഴിഞ്ഞാൽ ഞാനിതിലേക്ക് ഇടുന്നത് 1/4 കപ്പ് അളവിൽ ക്യാരറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി എരിവിന് ആവശ്യമായ 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അത് നമുക്കിനി ഈ ഒരു ക്യാരറ്റ് ഒന്ന് വെന്ത് ഇടേണ്ട ആവശ്യമുള്ളൂ. ശരിക്കും ഉള്ളി മാത്രമാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റും കാര്യങ്ങളൊക്കെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ കുട്ടികൾക്ക് ക്യാരറ്റും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അവർ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കൊണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ഓൾറെഡി സേമിയ വേവിപ്പിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട്, എന്നാൽ കൂടി കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വേറെ എക്സ്ട്രാ പൊടിയും കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുത്തതും അല്പം മല്ലിയിലയും കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ചൂട് കയറി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ, വളരെ എളുപ്പത്തിൽ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പം സേമിയയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കൊന്ന് ചൂട് കയറി കിടേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല, കാര്യമെല്ലാം നമ്മൾ കുക്ക് ചെയ്തിട്ടാണല്ലോ ചേർക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഇളക്കി മിക്സ് ആക്കുന്ന സമയത്ത് നമുക്കൊരു തവി വെച്ചിട്ട് എന്തായാലും മിക്സിങ് നടക്കില്ല. അപ്പോൾ അതിനെക്കൊണ്ടൊരു എക്സ്ട്രാ ഒരു തവിയോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഒന്ന് റെഡി ആയിക്കോളും. ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ ഈ ഒരു സമയത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ശരിക്കും ഈ ഒരു നൂഡിൽസ് പോലെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കഴിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അതിനെക്കൊണ്ടാണ് ഞാനിത് സേമിയ വല്ലാണ്ട് അങ്ങോട്ട് പൊടിക്കാഞ്ഞത്. ഇനിയിപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പം ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പി ആയിട്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹജൂസ് കിച്ചൻ സൈനിങ് ഓഫ്.